തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രണ്ടാഴ്ചയായി തുടർന്ന അമേരിക്കൻ നിർമ്മിത ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 തിരികെ കൊണ്ടുപോകാനായിട്ട് ബ്രിട്ടനിൽ നിന്നുള്ള 25 വിദഗ്ധ സംഘം അംഗങ്ങൾ ഇന്ന് ഉച്ചയോടെ എത്തും. ലോക്ഹീഡ് C-130 ഹെർക്കുലീസ് എന്നൊരു കൗറ്റൻ വിമാനമായിട്ടാണ് ഈ സംഘം എത്തുന്നത്. യുദ്ധവിമാനം കേടുപാടുകൾ തീർത്ത് തിരികെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിറകുകൾ ഇളക്കി മാറ്റി ചരക്ക് കപ്പൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്രിട്ടീഷ് സംഘത്തിൻ്റെ വരവ്. മനീഷ് മഹിവാൽ ചേരുന്നു തിരുവനന്തപുരത്ത്. മനീഷ് മഹിവാലെ, സത്യം പറഞ്ഞാൽ ഇത് അവിടെ കുറച്ചാൽ ഇട്ടേക്കുവാണ്, നമുക്ക് കാണാമല്ലോ. ഗുഡ് മോർണിംഗ്. അതെ എസ്കെൻ, ഇപ്പോഴത്തെ ഈ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്നത് അനന്തപുരിയിലെ ആകാശവീരൻ എന്നൊക്കെയാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പൊക്കെ തന്നെ അതിനെ ഒരു പരസ്യമാക്കി മാറ്റി. എന്താണെങ്കിലും മാതൃരാജ്യത്ത് നിന്നും അതിനെ കൊണ്ടുപോകാൻ വേണ്ടി 25 അംഗ സംഘം വരുന്നുണ്ട്. ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കിയ ഈ യുദ്ധവിമാനം ഉണ്ടാക്കിയ കമ്പനിയിലെ ആളുകൾ കൂടി വരാൻ ഉണ്ടായ താമസമാണ് ഇത്രയും ദിവസം. അതായത് 3 ആഴ്ചയായി. കഴിഞ്ഞ ജൂൺ 14-ാം തീയതിയാണ് അതിന് ഈ ഇന്ധനത്തിലെ പ്രശ്നം മൂലം ഇവിടെ അടുപ്പിച്ചത്. പിന്നീട് മറ്റ് സാങ്കേതിക തകരാറുണ്ടായത്. ഈ വരുന്ന വിമാനം, അത് വരുന്നൊരു കൂറ്റൻ ചരക്ക് വിമാനമാണ് വരുന്നത്. അതിന് 80,000-ഓളം കിലോഗ്രാം ഭാരം താങ്ങാൻ കഴിയുന്ന ഒരു ചരക്ക് വിമാനമാണ്. ഇതിനു മുൻപ് 2019 അമേരിക്കയിൽ ഫ്ലോറിഡയിൽ വെച്ചും ഇതേ രീതിയിൽ ഈ F-35B ഇങ്ങനെ കൊണ്ടുപോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് സാങ്കേതിക പ്രശ്നമല്ലായിരുന്നു, മറ്റൊരു കാരണത്താലായിരുന്നു അന്ന് ചരക്ക് കപ്പലിൽ കൊണ്ടുപോയത്. അതേ മാതൃകയിൽ തന്നെ ചിറകുകളൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഭാഗികമായി ഈ വിമാനത്തെ കൊണ്ടുപോകാനുള്ള നീക്കമാണ്. പക്ഷേ അത് ഈ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മാത്രമാണ്. 25 അംഗ സംഘം എത്തിയാൽ ഒരാഴ്ചയോളം അവർ തിരുവനന്തപുരത്തുണ്ടാകും. നിലവിൽ ഇത് ഈ ഡൊമസ്റ്റിക് ബേയിലാണുള്ളത്. ഡൊമസ്റ്റിക് ബേയിൽ നിന്നും അത് ഹാങ്ങറിലേക്ക് മാറ്റും. ഹാങ്ങറിലേക്ക് മാറ്റിയാൽ അത് രാജ്യത്ത് തന്നെ അത്യപൂർവമായ സംഭവം ആകും. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ രാജ്യത്തിൻ്റെ അവരുടെ യുദ്ധവിമാനം ഇന്ത്യയുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന വിമാനത്താവളത്തെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു ഹാങ്ങറിലേക്ക് മാറ്റുക അതത്ര സാധാരണമായ സംഭവമല്ല. അങ്ങനെ ഒരു ഹാങ്ങറിലേക്ക് മാറ്റുന്നു. ആ ഹാങ്ങറിലേക്ക് മാറ്റുക ഈ വിദഗ്ധ സംഘം എത്തിയ ശേഷം മാത്രമേ മാറ്റാൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശം കൊടുത്തിരുന്നു. നേരത്തെ തന്നെ സാങ്കേതിക വിദഗ്ധർ 1-2 പേര് ഇവിടെ എത്തിയ സമയത്തൊന്നും ഹാങ്ങറിലേക്ക് മാറ്റിയിരുന്നില്ല. ആദ്യം ഈ ഫ്ലൈറ്റ്, അതായത് ഈ യുദ്ധവിമാനം ഓടിച്ച പൈലറ്റ് നാട്ടിലേക്ക് തിരികെ പോയി. അദ്ദേഹവും പിന്നീട് ഇത് ഈ വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഉയർന്ന വിമാനവാഹിനി കപ്പലിൽ ഉണ്ടായിരുന്ന മറ്റ് സാങ്കേതിക വിദഗ്ധരുമൊക്കെ തന്നെ എത്തി പരിഹരിക്കാൻ ശ്രമിച്ചു. 3 ആഴ്ച കഴിഞ്ഞിട്ടും അതിന് പരിഹരിക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. ഇപ്പോഴിതാ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണ് ഈ വലിയ കൂറ്റൻ ചരക്ക് വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എസ്കെൻ. താങ്ക് യു മനീഷ് മഹിവാൽ.